ഹായ് മക്കളെ, നമ്മുടെ അടുത്ത എക്സാമിനേഷൻ എന്ന് കേൾക്കുന്ന സമയത്ത് മക്കളുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മേ ബി ക്രിസ്മസ് എക്സാമിനേഷൻ ആയിരിക്കും അല്ലെ. അടുത്തായിട്ട് നമ്മുടെ ഡിസംബറിൽ വരുന്ന എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ മക്കളെല്ലാവരും അറ്റൻഡ് ചെയ്യാനുള്ളത് ക്രിസ്മസ് എക്സാമിനേഷനാണ്. പക്ഷെ ഞാൻ അവിടേക്കല്ല ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മക്കളെ, ക്രിസ്മസ് എക്സാമിനേഷന് നിങ്ങൾ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ആണ് SLC എക്സാമിനേഷൻ. അതും ഇപ്പൊ നിങ്ങൾ തുടങ്ങിയേക്കണം എന്നുള്ളതാണ്. അതിന് റീസൺ എന്ന് പറയുന്നത് മക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ നമ്മുടെ ഒക്ടോബർ ഏറ്റവും അവസാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഒക്ടോബർ കഴിഞ്ഞ് നവംബർ ഡിസംബർ എന്ന് പറഞ്ഞാൽ 2 മാസം. ഈ ഡിസംബറിലാണ് നമ്മുടെ ക്രിസ്മസ് എക്സാമിനേഷൻ നടക്കുന്നത്. അത് കഴിഞ്ഞ് ജനുവരിയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മോഡൽ എക്സാമിനേഷൻ അഥവാ IT മോഡൽ എക്സാമിനേഷൻ നടക്കുന്നുണ്ടായിരിക്കും. ഫെബ്രുവരിയിലാണെങ്കിൽ നിങ്ങളുടെ മോഡൽ എക്സാമിനേഷനും ITയുടെ മെയിൻ എക്സാമിനേഷനും നടക്കുന്നുണ്ടായിരിക്കും. മാർച്ച് ഫസ്റ്റ് വീക്കിൽ നമ്മുടെ SLC എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യും. സോ അതുകൊണ്ട് ഡിസംബറിന് ശേഷമുള്ള ഒരു കാര്യത്തെ നമ്മളിപ്പോൾ ആലോചിക്കുകയേ വേണ്ട. നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ള സമയം എന്ന് പറയുന്നത് നവംബറും ഡിസംബറും എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ജനുവരി ഫെബ്രുവരി മാർച്ച് അത് അവിടെ സൈഡിലേക്ക് നിങ്ങൾ വെച്ചോ. അവിടെ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനും ഒന്നും കൂടെ നന്നായിട്ട് വായിക്കാനും ഒക്കെയുള്ള സമയമേ നമുക്ക് ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ ഈ ഒരു സമയത്തെ അഥവാ ഈ ഒരു 2 മാസത്തെ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, അതിനെ കൃത്യമായിട്ട് ഒന്ന് സ്ട്രക്ചർ ആക്കിയിട്ട് ഒരു ടൈം ടേബിളോട് കൂടെ പഠിച്ചാൽ മാത്രമേ ഈ കൊല്ലം സോഷ്യൽ സയൻസിൽ നിങ്ങൾക്ക് A+ കിട്ടുകയുള്ളൂ. അതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രാവശ്യത്തെ കാര്യത്തേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഈ പ്രാവശ്യം സോഷ്യൽ സയൻസ് നമുക്ക് പഠിക്കാനുള്ളത് ശരിക്കും 17 ചാപ്റ്റേഴ്സുകളാണ്. സാധാരണ 21 ചാപ്റ്റേഴ്സുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് 17 ചാപ്റ്റേഴ്സുകളായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ് അല്ലേ. പക്ഷെ അത് മേ ബി നിങ്ങൾക്കൊരു ഡിഫിക്കൽട്ടി ആയിട്ടുള്ള കാര്യമായിട്ട് മാറാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സാധാരണ എല്ലാ വർഷവും ഓപ്ഷണൽ ചാപ്റ്റേഴ്സുകളാക്കിക്കൊണ്ട് ഒരു 6 ചാപ്റ്റേഴ്സുകൾ ഒഴിവാക്കാറുണ്ട്. ഈ പ്രാവശ്യം അതുണ്ടാവാൻ സാധ്യത കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇനി അത് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ നമുക്കൊരു ജനുവരി ഏറ്റവും അവസാനത്തിൽ അല്ലെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റ് വീക്കിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഡീറ്റെയിൽ കിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ പഠിച്ച് മനസ്സിലാക്കാം, ഏകദേശം നമ്മൾ 17 ചാപ്റ്ററുകളും പഠിച്ചാൽ മാത്രമേ നമുക്ക് A+ കിട്ടുകയുള്ളൂ. 17 ചാപ്റ്റേഴ്സ് അത്യാവശ്യം നല്ല ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സുകളാണ്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കുമ്പോൾ 60-70 ദിവസങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ടായിരിക്കും. പക്ഷേ കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ അത്രയൊന്നും ദിവസമില്ല. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഓരോ മൊമെന്റുകളും വിലപ്പെട്ടതാണ്. ഞാൻ സോഷ്യലിന്റെ കാര്യത്തിലേക്ക് മാത്രമല്ല. സോഷ്യലിൽ നിങ്ങൾ ഇനി പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് സോഷ്യലിലെ എല്ലാ ചാപ്റ്റേഴ്സുകളും നമ്മൾ ഡിവൈഡ് ചെയ്തേക്കണം 3 കാറ്റഗറി ആയിട്ട്. ഒന്ന് ഈസി ചാപ്റ്റേഴ്സുകളായിട്ട് ഒരു ഭാഗത്ത് ഡിവൈഡ് ചെയ്യാം. നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ചില ചാപ്റ്റേഴ്സുകൾ ഉണ്ടാവും. ഒന്നുകിൽ ചെറുതായത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഏറ്റവും എളുപ്പം മനസ്സിലാവുന്ന ചാപ്റ്റേഴ്സുകളായതുകൊണ്ടായിരിക്കും. അതിന് നമ്മൾ ഒരു കാറ്റഗറി ആയിട്ട് ഈസി ചാപ്റ്റേഴ്സുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. മറ്റൊന്ന് പറഞ്ഞാൽ ഒരു മീഡിയമാണ്. ഒരു നമ്മുടെ മക്കളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത രീതി എന്ന് പറയും. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, ഈസി ആണോ വെച്ചാൽ ഈസിയാണ്, ടഫ് ആണോ വെച്ചാൽ ടഫ് ആണെന്ന് ഫീൽ ചെയ്യുന്ന ആ ഒരു കാറ്റഗറി ഓഫ് ചാപ്റ്റേഴ്സുകളിലെ അതായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കും. 3ാമത്തെ കാറ്റഗറി ടഫ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സുകളാണ്. എന്നിട്ട് ഇങ്ങനെ 3 എണ്ണമായിട്ട് അത് നിങ്ങൾ ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ അനുസരിച്ച് ഡിഫറൻസുകൾ ഉണ്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിങ്ങൾ 3ആയിട്ട് കാറ്റഗറി ചെയ്തിട്ട് ഇനിയുള്ള ഓരോ ദിവസങ്ങളും നിങ്ങൾ പഠിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയാൻ എന്തായിരിക്കും, ഈസി ചാപ്റ്റേഴ്സുകൾ ആദ്യം നമ്മൾ പഠിച്ചു തീരും. കാരണം അത് പഠിക്കൽ നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും, നമുക്ക് ഭയങ്കര താല്പര്യം ഉണ്ടായിരിക്കും, പഠിക്കുന്ന കാര്യം വേഗം മനസ്സിലാവുന്ന പോലെ ഫീൽ ചെയ്യും. അതിൻ്റെയൊക്കെ റീസൺ നമുക്ക് ഈസി ആണെന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കൃത്യമായ സ്ട്രക്ചർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു ഈസി ചാപ്റ്റർ പഠിക്കാം. ആ ഒരു ഈസി ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു 2 ദിവസമൊക്കെ എടുക്കുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ടഫായിട്ടുള്ള ഒരു ചാപ്റ്റർ പിക്ക് ചെയ്യാം. അത് പഠിക്കാൻ മേ ബി 4 ദിവസം നിങ്ങൾക്ക് ആവശ്യമുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ഈസി ചാപ്റ്റർ പഠിക്കാം. അങ്ങനെ ഈസി ചാപ്റ്ററുകളും ടഫ് ചാപ്റ്ററുകളും അതിനിടയിൽ മീഡിയം ചാപ്റ്ററുകളുമായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അല്ല എങ്കിൽ ഐ എം ഡാം ഷുവർ, ഞാൻ ഇപ്പോഴേ പറയാണ്, നിങ്ങൾ ഒരിക്കലും ടഫായിട്ടുള്ള ചാപ്റ്ററുകൾ പഠിച്ചു തുടങ്ങില്ല. ആ ചാപ്റ്ററുകളെല്ലാം SLC എക്സാമിന്റെ അങ്ങോട്ട് നിങ്ങൾ ബാക്കിലേക്ക് വെക്കും, അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാമിനേഷൻ അങ്ങോട്ട് നിങ്ങൾ ഏറ്റവും അവസാനത്ത് വെക്കും. എന്നിട്ട് എക്സാമിനേഷന്റെ തലേ ദിവസം ആ ഭാഗം പഠിച്ചു തുടങ്ങും. അങ്ങനെ നിങ്ങൾ പഠിച്ചാൽ ആ ചാപ്റ്റേഴ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളെന്ന് ആലോചിച്ച് വെച്ച് മനസ്സിലാവില്ല. സോ അതുകൊണ്ട് അതിനെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇന്ന് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഈ 17 ചാപ്റ്ററുകളെയും നിങ്ങൾ ഡിവൈഡ് ചെയ്തേക്കുക. നിങ്ങൾ ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണ് ഈ കാറ്റഗറൈസ് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ട് അതിൽ ഓരോന്നും ടിക്ക് ഇട്ടുകൊണ്ടേയിരിക്കും. ഇനി നമ്മൾ ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ടുള്ള റിവിഷൻ പ്ലാനുകൾ അത് നമ്മൾ ആ സമയത്ത് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. സോ ഈ ഒരു പാറ്റേൺ നിങ്ങൾ നന്നായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. കൂടാതെ തന്നെ സെക്കൻഡ് കാര്യം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ ക്രിസ്മസ് എക്സാമിനേഷൻ ഈ ഡിസംബറിൽ വരികയാണ്. ക്രിസ്മസ് എക്സാമിനേഷൻ നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സുകൾ പഠിക്കാറുണ്ട്. നമ്മുടെ ഓണം എക്സാം പോലെയൊന്നുമല്ല.
സോ അവിടേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അവിടെ പഠിക്കുമ്പോൾ മെയിൻ എക്സാമിനേഷനും കൂടെ കൂടിയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടെ ഷോർട്ട് നോട്ടുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇൻസ്റ്റാലേഡുകൾ യൂസ് ചെയ്തുകൊണ്ട് മൈൻഡ് മാപ്പുകൾ യൂസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കാം. ഇത് കേൾക്കുമ്പോൾ പല മക്കളും ആലോചിക്കുന്നുണ്ടോ എന്താണ് ഇൻസ്റ്റാലേഡ് മൈൻഡ് മാപ്പ് എന്നൊക്കെ ഉള്ളത്. നമ്മുടെ അസ്ത്രയിലുള്ള മക്കൾക്ക് അത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. മക്കളെ അസ്ത്രയിലുള്ള മക്കൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന സാധനമാണ് നമ്മുടെ ഇൻസ്റ്റാലേഡ് എന്ന് പറയുന്നത്. കാരണം ഇതുവരെ നിങ്ങൾക്ക് മറ്റൊരു നോട്ടുകളും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാവില്ല, PYQ മറ്റു കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ സൈലത്തിൻ്റെ അസ്ത്ര ബാച്ചിലുള്ള എല്ലാ മക്കൾക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റാലേഡ് നമ്മുടെ ആപ്പിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വളരെ പ്രിസൈസ് ആയിട്ടുള്ള നമ്മുടെ മെറ്റീരിയലാണ്. അത് കൃത്യമായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇപ്പോഴാണെങ്കിൽ ഓഫറൊക്കെ റൺ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരുപാട് കാലമൊന്നും ഓഫറുകളൊന്നും ഉണ്ടാവില്ല. നമ്മളെപ്പോഴും കാത്തിരിക്കുക, നാളെ ജോയിൻ ചെയ്യാം, നാളെ പഠിക്കാം എന്നുള്ള രീതിയാണ്. നാളെ ജോയിൻ ചെയ്യാമെന്നുള്ളത് ജോയിൻ ചെയ്യാറില്ല, നാളെ പഠിക്കാമെന്നുള്ളത് പഠിക്കാറില്ല. എന്നിട്ട് പരീക്ഷയുടെ തലേ ദിവസം എല്ലാം കൂടെ ഇരുന്നിട്ട് ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്ന പരിപാടിയും അത് കഴിഞ്ഞ് റിസൾട്ട് വരുന്ന സമയത്ത് സങ്കടപ്പെടുന്ന പരിപാടിയും ഉണ്ടാവാറുള്ളത്. സോ വെയിറ്റ് ചെയ്യല്ല, വേഗം തന്നെ അസ്ത്ര ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാത്ത ആളുകൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ജോയിൻ ചെയ്തോ. പഠിച്ചു തുടങ്ങേണ്ടത് ഇന്നാണ്, നാളെയല്ല. സോ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം എന്താണ്, ചാപ്റ്റേഴ്സിനെ ഡിവൈഡ് ചെയ്യലാണ്. അത് സോഷ്യൽ സയൻസിന്റെ ഭാഗത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. ഓരോ ചാപ്റ്ററുകളെയും കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാം. മറ്റ് സബ്ജക്റ്റുകൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. എല്ലാവർക്കും ഈ വർഷം A+ കിട്ടും.